കറക്റ്റ് അല്ല, എനിക്കറിയായിരുന്നു. നിങ്ങൾ തമ്മിലെ ഗെയിം എങ്കിൽ ആദ്യം ചേച്ചേട്ടൻ പറയണം ഓക്കെ ജാസ്മിൻ, അപ്പൊ ഉടനെ ഞാനൊരു ടാസ്ക് തരാം. ഷിയാസ്കാരിന് പ്രപ്പോസ് ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് പോയി പ്രണയം എന്റെ ചേട്ട കുറച്ച്. അപ്പൊ നമുക്ക് വേറെ ആളെ വിളിക്കാം. കോക്ക്. ഇതിലും നല്ലതാ ബിഗ് ബോസിലെ ടാസ്ക്. അങ്ങനെ പറയരുത്. ഈവൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആണെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് 1,55,00,000 രൂപ മുടക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് 100% ആൾക്കാർ അങ്ങനെയല്ല, 80% ആൾക്കാർ ചിലപ്പോൾ നല്ലതായിരിക്കാം, ബാക്കി 20% ആയിരിക്കും മോശം വരുന്നത്. ഈ മോശമുള്ള ആൾക്കാരുടെ പേരെടുത്തങ്ങ് പറഞ്ഞു നോക്കണമെന്നേ. നമ്മുടെ മലയാളത്തിലെ ഒരു യുവ നടൻ ലഹരി ഉപയോഗിച്ചിട്ട് പല്ല് കൊടിഞ്ഞു പോയി. അന്നോട്ട് ഇന്ന് വരെ ആ യുവ നടന്റെ പേരാർക്കും അറിയത്തില്ല. പക്ഷേ ആ ഒറ്റ പ്രസ്താവനയുടെ പേരിൽ എത്രയോ നടന്മാരുടെ പേര് നമ്മളെടുത്ത് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഈ ചാനലുകൾക്കിടയിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടോ? എന്നോടാ ജാങ്കോ സ്പേസിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമുക്ക് ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റ് പേരെന്താ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞില്ലേൽ അടി കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ പക്ഷെ അടി കിട്ടുന്ന കുഴപ്പമില്ല, അടുത്തല്ല നമുക്ക് തല്ലാം. ഈ സെഗ്മെന്റ് നമ്മൾ തല്ലുന്നില്ല. എന്താ സംഭവം അത് ഞാൻ വഴി ഞാൻ പറഞ്ഞുതരാണ്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ട് കപ്പിളായിട്ട് തന്നെയാണ്. വടിയൊക്കെ വേണം, അതൊക്കെ വരും അടുത്തേന്. അപ്പം ഇതല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ റൂൾസ് പറയട്ടെ ഒരു മിനിറ്റ്. അപ്പൊ ഇതെങ്ങനെയാ വെച്ചാൽ നിങ്ങൾ രണ്ട് കപ്പിളായിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ സായി ചേട്ടനോടും സിജു ചേട്ടനോടായിരിക്കും ഇവരെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ അതാ ഇവിടെ തോറ്റു. കുഴപ്പമില്ലായിരുന്നു. അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള സാധനം കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേ അതിന്റെ പേരെന്താണ് മറ്റേട്ടാ നമ്മൾ പാവയ്ക്ക കയ്പുള്ള പാവയ്ക്ക കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണം. നിങ്ങൾ തന്നെ എല്ലാം കഴിക്കണം. ഇത് ഫണ്ണല്ലേ ചേച്ചേട്ടാ. ഓക്കെ, അടുത്തത്. അപ്പൊ എവിടെ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുവരട്ടെ. ഇതിലും നല്ലതാ ബിഗ് ബോസിലെ ടാസ്ക്. അങ്ങനെ പറയരുത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസാ. ഇവരെ ആൻസർ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് 2 പാവയ്ക്കും 4 മഞ്ചും ഉണ്ട്. അപ്പം നമ്മൾ പാവയ്ക്ക് ഇപ്പൊ അവർക്ക് കൊടുക്കും, മഞ്ച് ഇപ്പൊ തരത്തില്ല. കാരണം നിങ്ങൾ കൊതി വിട്ടിട്ട് മഞ്ചെങ്ങാൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പർട്ടി ഇല്ല. പ്രോപ്പർട്ടിക്ക് അത് പ്രശ്നമാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം കറക്റ്റ് ആയിട്ട് ചെയ്ത് ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ച് കൊടുക്കണം. സായി ചേട്ടാ ഇത് ആൻസർ പറയട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സായി ചേട്ടനോടാണ്. സത്യം പറഞ്ഞ് വെറുപ്പിക്കുന്നതാണോ ഓർ കള്ളം പറഞ്ഞ് സുഖിപ്പിക്കുന്നതാണോ സ്നേഹചേച്ചിക്ക് ഇഷ്ടം? ഇത് സ്നേഹചേച്ചിയുടെ മനസ്സിലൊരു ആൻസർ ഉണ്ടാവും കേട്ടോ. അത് സത്യം പറയാവുള്ളൂ, നിങ്ങളുടെ അമ്മ സത്യം പറയുള്ളൂ എനിക്കറിയാം. ഓക്കെ, പറഞ്ഞു. അതെന്ത് ടോക്കാണ്, അതെന്ത് സംസാരം. ഞാൻ എന്തൊക്കെ പറഞ്ഞു ഇവിടെ അല്ലാതെ അതെനിക്ക് അറിയണമെന്ന് ഞാൻ മാറ്റി പറഞ്ഞത്. കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല, എനിക്കറിയായിരുന്നു. കഴിഞ്ഞോ? ഓക്കെ, കഴിക്കട്ടെ. ഓക്കെ, അടുത്തത്. എത്ര കുട്ടികളെയാണ് ലിനു ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻസ്: 2 കുട്ടികൾ അല്ലെങ്കിൽ ഇരട്ട കുട്ടികൾ. 4 കുട്ടികളാണ്. കറക്റ്റ് ആണോ? 4 കുട്ടികളാണ് ആഗ്രഹം. അല്ല, കിടക്കട്ടെ അത്. പക്ഷെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ 4 ആൻസർ കറക്റ്റ് പറയുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ 4 മഞ്ച് എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, തെറ്റിച്ച് പറയണം ബാക്കി കേട്ടോ. അടുത്തത്. ഓക്കെ, അടുത്തത്. ഓക്കെ, ടാറ്റു അടിക്കാൻ ഇനി അവസരം സ്നേഹിച്ചിക്ക് ഉണ്ടെങ്കിൽ എവിടെയായിരിക്കും അത് അടിക്കാം? ടാറ്റു അടിക്കാൻ അല്ല, സ്നേഹചേച്ചിക്ക് ടാറ്റു അടിക്കണം എന്ന് ഇനി ഒരു ഇതുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും ചെയ്യുക? അല്ല, അത് സ്നേഹചേച്ചി സത്യസന്ധമായി ഉണ്ട്. കഴുത്തിന്റെ ബാക്കില് ആണ്. കറക്റ്റ്. അമ്മ കാണാതെ ഒളിപ്പിച്ച് മൂടിട്ട് അമ്മ കണ്ട സീനാണോ ഇപ്പൊ? അല്ല. ഓക്കെ, ക്യാച്ച് അവിടെ തന്നെയാണ്. കറക്റ്റ് ആണ്. ഓക്കെ, ഫൈൻ. ഞാൻ അടുത്ത് തിരിച്ചു പറയാതിരിക്കുന്നത്. ഓക്കെ, അടുത്തത്.
ബിഗ് ബോസിൽ ലിനുവിന് ഏറ്റവും ഭംഗി തോന്നിയ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ക്രഷ് തോന്നിയ ഒരു മെയിൽ കണ്ടസ്റ്റന്റ്? സിജുചേട്ടനല്ല, ലാലേട്ടനെ പറയാം. ലാലേട്ടൻ കണ്ടസ്റ്റന്റ് അല്ല, സിജുചേട്ടനെ പറയാൻ പറ്റത്തില്ല, വേറെ ആണ്. കറക്റ്റാ? ഓക്കെ, ശരി. ഇവരുടെ മനപ്പുറത്തോട്ട് ശരിയല്ല. എനിക്കൊന്ന് 6 മാസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മനപ്പുറത്ത് മാറായിരിക്കും. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഓക്കെ. അടുത്തത് ദേഷ്യം അല്ല, ഇല്ല, ഞങ്ങൾ ഗേൾ പവർ ആയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. നിങ്ങൾ അത് കഴിച്ചാൽ ഓക്കെ, സെറ്റ്. അടുത്തത് സ്നേഹ ചേച്ചിയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ശരീരഭാഗം? പറയാൻ പറ്റില്ല. ശരീരഭാഗത്തിലല്ല, അങ്ങനെ ചോദിക്കണം. ഞാൻ ശരീരഭാഗം ചോദിച്ചുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് പറയണമെന്ന്. സ്നേഹിച്ച് അങ്ങോട്ട് ആൻസർ പറയുന്നു. അപ്പൊ ഇതിന് പാവയ്ക്ക് അയക്കണം കേട്ടോ. ആൻസർ നേരത്തെ പറഞ്ഞു കൊടുത്തോണ്ട്. അപ്പൊ സ്നേഹ ചേച്ചി പാവയ്ക്ക് അയക്കണം. വുമൺ എംപവർമെന്റ് കഴിഞ്ഞു ഇവിടെ. പല്ലിൽ ക്ലിപ്പിട്ടോണ്ട് കഴിക്കാൻ പറ്റില്ല. അത് കുറച്ച് പറിച്ചു കൊടുത്തോ. ഞാൻ തടി കുറയ്ക്കാൻ നേരത്തെ ഈ സാധനം കുറെ കഴിഞ്ഞു. ഓക്കെ, ശരി. ആ സ്നേഹ എങ്കിൽ സ്നേഹത്തെ. ഓക്കെ. ദേഷ്യപ്പെടുമ്പോൾ ലിനു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക്? സിജോ എന്നോ? ശരിക്കും? ശരിക്കും വേറെ ഒന്നും എനിക്ക് പോടാന്ന് പോലും പറയാം. സിജോയെ കറക്റ്റ് ആണ്. ഇപ്പൊ അതാണോ ട്രെൻഡ്? ഇല്ല, നിക്ക് അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞ ചേർക്കുന്നു. ഓക്കെ. സ്നേഹയുടെ മാതാപിതാക്കളില് സായി ചേട്ടന്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം? ഇഷ്ടമില്ലാത്ത കൊറേ ഉണ്ടോ? ബിഗ് ലിസ്റ്റ്. പക്ഷെ എന്നാലും എന്നാ പിന്നെ ഓക്കെ, ഇഷ്ടമുള്ള ഒരു കാര്യം ഒന്നോ ഓർത്ത് വെക്കണം ഇപ്പഴേ. അമിതമായ ദൈവവിശ്വാസം. സായി ചേട്ടന് അമിതമായ ദൈവവിശ്വാസം ഉണ്ട്. എനിക്ക് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യം പറയാം. അവർക്ക് സായി ചേട്ടനിൽ ഇഷ്ടമുള്ള വിശ്വാസമില്ലായ്മ ഇല്ല, അല്ല, ഞാൻ പറഞ്ഞ സായി ചേട്ടനില് സ്നേഹ ചേച്ചിയുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞു. ഇഷ്ടമില്ലാത്ത കുറെ ലിസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. ലിസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞു ഇഷ്ടമില്ലാത്ത. അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള കാര്യം നോക്കാം. യൂട്യൂബ് റവന്യൂ. സത്യമാണ്. പിന്നെ പണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോയി ചോദിച്ചാൽ സമയത്ത് സിജോ പറഞ്ഞ പോലെ പൈസ ഉണ്ടോ? ഉണ്ട്. വല്ല വണ്ടി കച്ചവടോ സ്ഥല കച്ചവടമൊക്കെ നടത്തി കാശുണ്ട്. എന്താ പഠിച്ചേ? BDS. ഇന്ന വല്ല ജോലി ഉണ്ടോ? BDS ആണോ ചേച്ചൻ പഠിച്ചത്? ഒരു തെറ്റും പോയി. അത് ശരി, അത് ആർക്കും അറിയത്തില്ലായിരുന്നു. എല്ലാവർക്കും അറിയാം. അറിയോ? അതൊരു സൈഡിലുണ്ട്. ക്രിക്കറ്റ് കളിച്ച് കിടക്കണം. ലാസ്റ്റ് നോക്കുമ്പോ പറയാൻ ജോലിയില്ല. ഇതായിരുന്നു പ്രശ്നം. യൂട്യൂബ് റവന്യൂ ഒക്കെ ആയപ്പോ പിന്നെ തെറ്റായി. അതന്നെ, അതാണ് സംഭവം. പക്ഷെ സ്നേഹ ചേച്ചിയുടെ ആൻസർ അതല്ലെന്നോ? ദ ട്രൂത്ത്, റിയാലിറ്റി. സ്നേഹ ചേച്ചി എന്തായിരുന്നു മനസ്സിൽ പുറത്ത്? പറ സത്യസന്ധമായിട്ട്. യൂട്യൂബ് റവന്യൂ അങ്ങനെ നോക്കിയിട്ടൊന്നല്ല. കാശ് തന്നെ. എന്നാലും അന്ന് സ്നേഹ ചേച്ചിയുടെ പെർസ്പെക്ടീവില് സായി ചേട്ടന് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? സ്നേഹ ചേച്ചിയുടെ അമ്മയ്ക്കും അപ്പയ്ക്കും ആലോചിക്കുവായിരുന്നു. ഇങ്ങനെ ഇരുന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇഷ്ടമില്ലാത്തതായിട്ടൊന്നും അങ്ങനെയൊന്നും. ഇഷ്ടമില്ലാത്തത് ദൈവവിശ്വാസം അതുണ്ട്. അതുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ കളിച്ചിട്ടുണ്ട്. ഞാൻ തോന്നുമ്പോ കുളിക്കും. കൊണ്ടുവന്ന ഡ്രസ്സ് ഞങ്ങൾ ഇതിന്റെ മറ്റേ മലപ്പുറത്ത് പോയില്ല, ഇതിന്റെ ബർത്ത്ഡേക്ക് പോയില്ല. അപ്പൊ പോലും എടുത്ത് വെച്ചിട്ടില്ല. അത് ഞാന് മറ്റേ ലോണ്ടറിയിൽ കൊടുത്തിട്ട് വാഷ് ചെയ്ത് എനിക്ക് ചെയ്യാൻ ഇതൊരു 10, 20, 30 വാഷിംഗ് ഇത് എല്ലാ ആഴ്ചയും അയച്ചു കൊടുക്കല്ലേ ഇത്? അപ്പൊ കഴിച്ചു അത് ഓൾറെഡി. എന്നാ കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് പ്രണയം പ്രകടിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ. നിങ്ങൾ പ്രണയിതാക്കളാണല്ലോ. പ്രണയം പ്രകടിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ലിനു യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ.
മുത്തേ ചക്കര പൊന്നെ മുത്തേ ഒക്കെ ആവാം. അല്ല ചുമ്മാ അങ്ങനെ ആവാം. നമുക്ക് തോന്നണ്ടേ? അച്ഛനാ വിളിക്കുന്നത്. അച്ഛൻ അച്ഛനാ വിളിക്കുന്നത്. മറ്റേ മാതിരിയാണോടാ? അപ്പം ഇങ്ങനെ കൂടുതൽ ഇതായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അച്ഛയുടെ ടോൺ മാറും. ഓക്കെ അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ അച്ഛയുടെ ടോൺ മാറിയിട്ട് വേറൊരു രീതിയിൽ അച്ഛനാണ് വിളിക്കും. അല്ലാണ്ട് വേറെ വേർഡ്സ് ഒന്നും പൊന്നമ്മ വിളിക്കുന്നതാണ്. എന്റെ പൊന്നല്ലേ മറ്റേ ഓക്കെ അപ്പൊ അത് കറക്റ്റ്. അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു. ഇത് മറ്റേ മുട്ടയുള്ള സെഗ്മെന്റ് കഴിഞ്ഞു. വേണമെങ്കിൽ അത് മൊത്തം തിന്ന് തീർക്കാം ഡയറ്റിന്റെ ഭാഗമായിട്ട്. ഡയറ്റ് ഒന്നുമില്ല, ഇല്ല ഇന്ന് ശീലാവില്ല. വെറുതെ ആങ്കറിനെ കൊണ്ട് ഞങ്ങൾ അടുത്ത റൗണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ഈ ചാനൽ ഇത് കഴിക്കണം. ഇല്ല കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് പോയല്ലേ? ഓക്കെ. അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ എടുത്തു വെക്കാം. സിരിച്ചേട്ടൻ ഒന്നുപോലും കഴിക്കേണ്ടി വന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. സായിച്ചേട്ടൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നല്ല പൊരുത്താന്ന് മനസ്സിലായി. അത് നല്ല പൊരുത്താണ്. നിങ്ങളുടെ പൊരുത്തി ഇനി മനസ്സിലാക്കാണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ രണ്ടുപേരും നോക്കുവാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുകയും അത് അങ്ങനെ പേടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ അടുത്തായിട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ സായിച്ചേട്ടനാണെങ്കിലും സായിച്ചേട്ടൻ്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ഇപ്പം നമ്മളൊക്കെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് അറിയുമ്പോൾ അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സായിച്ചേട്ടൻ? ഇത് ലൈക്ക് നമ്മളൊക്കെ കാഷ്വൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പറയുന്ന ഗോസിപ്പുകൾ എന്നുള്ള രീതിയിൽ മാറ്റി വെച്ച കാര്യങ്ങളായിരുന്നു. കുറേയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ളത് കൊണ്ട് നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ, പക്ഷെ സ്റ്റിൽ അതിനൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തെളിവോ കാര്യങ്ങളോ പലരും പറയും. ചിലപ്പോൾ അനുഭവിച്ച ആളുകൾ വന്ന് പറയും, പക്ഷെ അവർ പേടികൊണ്ട് പുറത്ത് പറയില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഞാൻ കുറേ കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഒന്നാമത് ഇത് വൈകി വന്ന ടൈമിൽ ഇതിനിപ്പോൾ ഈ പല്ലും നഖമില്ലാത്തൊരവസ്ഥയാണ്. പേരില്ല, ഡീറ്റെയിൽസ് ഇല്ല, അതിനൊക്കെ കുറേ ജസ്റ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും കൂടുതൽ പ്രശ്നമാവും തോന്നുന്നു. ലൈക്ക് ഇപ്പം ഒരു ഐഡന്റിറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഫീമെയിൽസിന്റെ ഐഡന്റിറ്റി പുറത്ത് ഐഡന്റിറ്റി അല്ലല്ലോ, ആരാണ് എന്നാണ് പറയുന്നത്. ആരാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറെ പേര് ചോദിക്കും ഇതിന് മുമ്പ് ആരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഫേർദർ ആയിട്ട് ഇത് ചെയ്യുന്നതിൽ നിന്ന് ഒന്ന് അത് മാറും. ഇനി ചെയ്യാൻ ആരെങ്കിലും തോന്നി ഇതേപോലെ ഇങ്ങനെ തക്കം പാത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും എന്താവും, പേടി വരുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പറയില്ല, ഒരാളൊരു കൊലപാതകം ചെയ്തു, അയാളെ തൂക്കിക്കൊല്ലണം, എന്നാൽ ഇനി ആരെങ്കിലും ഇനി ഇതേപോലെ ചെയ്യാതിരിക്കാനുള്ളൊരു ജസ്റ്റ് ഏതെങ്കിലും ഒരാളെങ്കിലും വിഡ്രോ ചെയ്ത് അത്രയും നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളൊക്കെ പൈസ കൊടുത്ത്, പൊതുജനങ്ങൾ പൈസ കൊടുത്ത് കാണുന്നൊരു എൻ്റർടൈൻമെൻറ്റ് ഇതാണ്. അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഈവൺ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും പൊതു ഖജനാവിൽ നിന്ന് 1,55,000 രൂപ മുടക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുള്ളത്. കമ്മിറ്റി ഇവരുടെ എക്സ്പെൻസ് ആണ്. ഈ 1,06,55,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശാണ്. അപ്പം നമുക്കത് അറിയണം എന്നുള്ളൊരു കാര്യം പൊതുജനത്തിന് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ കണ്ടത് ഹൈക്കോടതി കണ്ടത് സീൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, വെട്ടി തിരുത്തിയ ഭാഗങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിനകത്ത് എന്തോ പേരോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കിട്ടും. പിന്നെ ഈ ഒരു കാര്യത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഇത് കമ്മീഷൻ ഇത് സർക്കാർ ചെയ്യുന്നത് നല്ല കാര്യം, വൺ ഓഫ് എ കൈൻഡ്. ഇതുവരെയായിട്ട് ഞാൻ കേട്ടിട്ടില്ല എവിടെയും ഒരു സർക്കാർ ഇങ്ങനൊരു അന്വേഷണം. ഇത് അന്വേഷണമല്ല, ഇതിപ്പോൾ നടന്നതെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ഷൻ മാത്രമാണ് നടന്നത്. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞത് കളക്ട് ചെയ്ത് വെച്ചു. ഇത് കമ്മിറ്റി ആയതുകൊണ്ടാണ്. ഇത് ശരിക്കും കമ്മീഷൻ ആക്കേണ്ടി വരും. ഹേമ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ജുഡീഷ്യൽ പവർ കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതിൽ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത പല ആളുകളും എവിഡൻസുകൾ കൊടുത്തിട്ടുണ്ട്. ചാറ്റ്, വോയിസ് റെക്കോർഡ്, വീഡിയോസ്, ഫോട്ടോസ് അടക്കം കൊടുത്തിട്ടുണ്ട്. അതൊരു കമ്മീഷൻ്റെ അടുത്താണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ശുപാർശ ചെയ്യാം കേസ് എടുക്കാൻ വേണ്ടിയിട്ട്. പല പവേഴ്സ് ഉണ്ട്. ഇത് ഏത് വഴിയിൽ മാറി കമ്മിറ്റിയിൽ നിന്ന് മാറി കമ്മീഷൻ എന്ന് മാറി കമ്മിറ്റി ആയി എന്നുള്ളത് അറിയാൻ പാടില്ല. ഇതിൽ കുറേ ഡൗട്ട്സ് ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് ഇപ്പോൾ ഉള്ള ഒരു യങ് ജനറേഷനെ ഭയങ്കര വിശ്വാസമാണ് സിനിമയിൽ. പഴയ കാര്യങ്ങളാണ് നടന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നടന്നു പോയത് പോയി. പക്ഷേ ഈ സിനിമയിലെ ഇപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് AMMA അസോസിയേഷനിലെ നടന്മാരുണ്ടോന്നാണ്. പക്ഷെ അതല്ല,
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരു മാറ്റം വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് വരേണ്ടത് സിനിമേൻ്റെ ഏറ്റവും ബോട്ടം ലെവലിലാണ്. അതായത് ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത് എവിടുന്ന ഒരു അസിസ്റ്റന്റ്, അത് ഡയറക്ടർ ആവാം, അസിസ്റ്റന്റ് ക്യാമറാമാനോ, ഹൂ എവർ ഇറ്റ് ഈസ്, PROs, അതേപോലെ തന്നെ ഇപ്പോൾ ഓഡീഷൻസിനൊക്കെ ആളുകളെ വിളിക്കാറാണ് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, അവർ അസിസ്റ്റൻസ്. ഇത് ആ ലെയറിനാണ് തുടങ്ങുന്നത്. ഓപ്പർച്യൂണിറ്റി ആഗ്രഹിച്ച് വരുന്ന ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ലെവലിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, മാറ്റി അവരിൽ കുഴപ്പക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവരെ സിനിമയിൽ നിന്ന് മാറ്റണം. അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഇപ്പം ആർക്കാ? ഈ സോക്കോൾഡ് സൂപ്പർ സ്റ്റാർസിനാണ്. അപ്പൊ അവരുടെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്നുണ്ടെങ്കിൽ അവരാദ്യം അവര് നന്നാവണം, അതിന് അടിയിലുള്ളവർ നന്നാക്കണം. അല്ലാതെ ഇതിനകത്ത് ഈ റിപ്പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതുകൊണ്ട് മാറ്റം വരാം. ഓൾ ഓവർ ഇന്ത്യ അത് ചർച്ചയായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ നോക്കുമ്പോൾ ഏതോ തമിഴിലൊരു നടിയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് അവരനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ. ഇത് കാരണം ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ വരാം. പേര് പറയാതാകുമ്പോഴത്തേക്ക് ഈ റിപ്പോർട്ടിനകത്ത് 243 പേജ് അല്ലടാ, 235 പേജ്, അത്രയും പേജുള്ള ഇതിനകത്ത് ഒരാളുടെ പേര് പോലും ഇല്ല അല്ലേ. അപ്പൊ ഇതിനകത്ത് എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാൽ ഓരോ ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. പല സ്ത്രീകളും വന്നിട്ട് ഇന്ന ആള് എന്ന് പറഞ്ഞിട്ട് പേരെടുത്ത് നടന്മാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്, അമ്മയിലുള്ള ആൾക്കാരുടെ ഉൾപ്പെടെ. അപ്പൊ ഈ ആരുടെയും പേരെടുത്ത് പറയാതാകുമ്പോഴത്തേക്ക് അതിനകത്ത് മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് എന്നൊരു ഉത്തരം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോ ഒരു 15 അംഗം 15 പേരുള്ള ഒരു പവർ ടീം ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 15 പേരുള്ള പവർ ടീം ഒരു 100 ടീമായി ഇപ്പൊ തന്നെ അല്ല. ഒരുപാട് ആൾക്കാരുടെ പേര് വന്നു. ഒരു നടനെ ഒതുക്കി, ആ ഒതുക്കിയ നടന്റെ പേര് പറഞ്ഞ് ഇന്ന നടനെയാണ് ഒതുക്കി എന്ന് പറഞ്ഞുകൊണ്ട് പല നടന്മാരുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനൊന്നിനും ക്ലാരിറ്റി ഇല്ല. ഈ ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നേരത്തെ മോൻ പറഞ്ഞു പേര് പറഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. പേര് പറഞ്ഞാൽ പ്രശ്നം എന്താ? തെളിവുണ്ടെന്നല്ലേ പറയുന്നേ. കൃത്യമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ പിന്നെ എന്താണ് പേര് പറഞ്ഞ പ്രശ്നം? ഈ പേര് പറയാതിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് കുറച്ച് കളയുമ്പോഴത്തേക്കും തേഞ്ഞു മാഞ്ഞങ്ങ് പോകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറച്ചോളം മുന്നേ നമ്മുടെ ടിനി ടോമി ഒരു വേദിയിൽ വെച്ചിട്ട് പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിലെ ഒരു യുവ നടൻ ലഹരി ഉപയോഗിച്ചിട്ട് പല്ല് പൊടിഞ്ഞു പോയി. അന്നോട്ട് ഇന്ന് വരെ ആ യുവ നടന്റെ പേരാർക്കും അറിയത്തില്ല. പക്ഷേ ആ ഒറ്റ പ്രസ്താവനയുടെ പേരിൽ എത്രയോ നടന്മാരുടെ പേര് നമ്മളെടുത്ത് പറഞ്ഞു. കുറെ പേരുടെ പേര് നമ്മളെടുത്ത് പറഞ്ഞു. അത് യുവനടനല്ല, അല്ല ആരായാലും കൊള്ളാം, അത് ഏത് നടനായാലും. അപ്പൊ നമ്മൾ പക്ഷെ പല പേര് പറഞ്ഞില്ലേ. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് അത് വലിയ ക്രൈം അല്ലേ ചെയ്തേക്കുന്നേ അല്ലേ. ഒരു അപ്പോ അത്രയും വലിയ ക്രൈം ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് പേര് പറഞ്ഞില്ല? അങ്ങനെ പേര് പറയാതാകുമ്പോഴത്തേക്കും ഇത് മാത്രമല്ല, ഇപ്പം മറ്റ് ഇൻഡസ്ട്രി ചർച്ച ചെയ്യുമ്പോഴത്തേക്കും മൊത്തം മലയാള സിനിമ ഇങ്ങനെയാണ് എന്നൊരു സംഭവം കൂടെ അവിടെ വരും. അപ്പൊ എല്ലാരും അങ്ങനെ അല്ലല്ലോ അല്ലേ. ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് ആണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോട്ടം ലെവലോട്ട് ഈ പ്രശ്നം ഉള്ളതാണ്. സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും താഴെ ലെവലോട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 100% ആൾക്കാർ അങ്ങനെയല്ല. 80% ആൾക്കാർ ചിലപ്പോൾ നല്ലതായിരിക്കാം, ബാക്കി 20% ആയിരിക്കും മോശം വരുന്നത്. ഈ മോശമുള്ള ആൾക്കാരുടെ പേരെടുത്തങ്ങ് പറഞ്ഞു നോക്കണമെന്നേ നമുക്ക് നോക്കാം. അല്ലാണ്ട് നമ്മൾ പേര് പറയാതാകുമ്പോഴത്തേക്കും ഒന്നെങ്കിലും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് നാൾ ചർച്ച ചെയ്യും, അന്തി ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതങ്ങ് കംപ്ലീറ്റ് അങ്ങ് തേഞ്ഞു വാഞ്ഞു പോകും. അപ്പോൾ തേഞ്ഞു വാഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണോ ഇത്ര നാളും നടന്നത് അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 1,06,55,000 ആ 1 കോടി രൂപ നമ്മുടെ കാശാ. അപ്പൊ നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് ഇത് ആരൊക്കെയാണെന്ന് അറിയാനായിട്ടുള്ള. പിന്നെ വലിയൊരു ക്രൈം അല്ലേ ഇത്. ആ ക്രൈം ചെയ്ത ആൾക്കാരുടെ പേര് പറയണ്ടേ. പേര് പറയാതെ എങ്ങനെയാണ് അത് പൂർത്തിയാവുന്നത്? അപ്പൊ പേരറിയണം. പേരറിഞ്ഞാൽ മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവര് ഭയങ്കരമായിട്ട് സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഇതിനു മുമ്പാണെങ്കിലും സായി ചേട്ടൻ്റെ വീഡിയോസിനകത്ത് ഇങ്ങനെ ത്രെട്ട് വരാറുണ്ട്. കുറേ ഇഷ്യൂസ് നടന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളിത് കാണുമ്പം ആസ് ലൈക്ക് പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഇതേമേ നമ്മളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ഫീലിങ്ങിലൂടെ ഇപ്പോൾ സ്നേഹിച്ചാണെങ്കിലും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യണത്? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുമോ ഇതിനെപ്പറ്റി സംസാരിക്കണം, ഇത്രയും ഹാർഷായിട്ട് സംസാരിക്കണ്ട, കുറച്ച് മയത്തി സംസാരിച്ചോ എന്നൊക്കെ എപ്പോഴെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇനിയും പറയാനോ? അതെ ശരി. ഞാൻ രണ്ടുപേരും ഞാനാണെങ്കിൽ പറയാന്ന് വെച്ചാൽ ഞാൻ ചില ടോപ്പിക്സ് വരുമ്പോഴും പറയാതിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഈ ടോപ്പിക് എന്താ എടുത്ത് പറയാത്തതെന്ന് പറയാറില്ല. പക്ഷെ ഞാൻ സായി ഇതുവരെയായിട്ടും അത്ര അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ അങ്ങനെ ഞാൻ പറയരുത് എന്നുള്ള ടോപ്പിക്ക് മതം ഞാനത് എന്താ വെച്ചാൽ നമുക്കറിയാം സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ഏതോ ദൈവം കോപിക്കുന്നു. സ്നേഹിച്ച് ദൈവവിശ്വാസിയാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ പിന്നെ ഒരു ഡിലേമയാണ് ദൈവമാണെങ്കിലും പിന്നെ പാർട്ടി അങ്ങനെ എന്താണെങ്കിലും ഒന്നും പറയുമ്പോൾ ഒന്നും ഭയത്തിൽ പറയുന്ന പോലെ. കാരണം അങ്ങനത്തെ ഇഷ്യൂസ് ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ പറയാറുണ്ട്. വല്ല സംഭവിച്ചാൽ എനിക്ക് ആരും ഇല്ലാന്ന് പറയും. അപ്പൊ ഒന്ന് മയത്തിലൊക്കെ ഒന്ന് പറയാൻ ഞാൻ പറയുന്നുണ്ട്. വല്ലത്
അല്ലാത്ത കാര്യത്തിലൊക്കെ ഞാൻ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്. അല്ലാത്ത കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ സായി എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. ഞാൻ എന്ത് ചില സമയത്ത് ഞാൻ ടോപ്പിക്ക് എന്തെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നത് ഇതൊന്ന് റിയാക്ട് ചെയ്തോടെ, അല്ലെങ്കിൽ ചില സമയത്ത് പറഞ്ഞാൽ എനിക്കൊന്ന് കുറച്ച് പറയണ്ടേ, എന്നെ ഒന്നും കൂടി കൂട്ടുമെന്ന് പറയും. അങ്ങനെ ഞാൻ പറയാറുണ്ട്. അങ്ങനെയാണ് ചേച്ചി ഇപ്പൊ ജോയിൻ ചെയ്യാറ്. സ്നേഹം മെയിനായി. അതെ, സ്നേഹമേനായി. മറ്റേ ഈ ബിഗ് ബോസ് സമയത്ത് സ്നേഹിച്ച് ചേർന്ന് ഫുൾ മെയിൻ. നമ്മൾ നോക്കുമ്പോൾ മെയിനോട് ചാനൽ എന്റെ അതെ കയ്യിലായിരുന്നു. സായി ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചു. ആണെങ്കിലും ഞാൻ ചിലതൊക്കെ അയച്ചു കൊടുക്കും. കണ്ടന്റ് പുതിയതായിട്ട് കുറച്ച് വൈറലായിട്ട് കാണുന്നതെല്ലാം ഞാൻ അയച്ചു കൊടുക്കും. അതെന്നെ ചെയ്യാത്തേ, അതെന്നെ ചെയ്യുക, അങ്ങനെ പറയും. പക്ഷെ ചിലതൊക്കെ കണ്ടുമ്പോൾ നിങ്ങൾ എന്തിനാ അത്രയൊക്കെ പറയാൻ പോയേ, ഇത് വല്ല പണിയാകുമോ ലാസ്റ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ചില പാർട്ടിയുടെ ഒക്കെ ആകുമ്പോൾ ഞാൻ മെയിനായിട്ട് ചോദിക്കണം, നാളെ വള്ളിയാവരുത്, ഇത് വേണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ പറയാം. ഇത്ര വേണ്ട ഒരു മയത്തില്, അത് ഞാൻ പറയാറുണ്ട്. അപ്പൊ സിരിച്ചേട്ടൻ എന്താ പറയാ, സാരമില്ല, അത് പോയില്ലേ, ഇനി ഭയങ്കര കൂളാണ്. ഇനി ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല, ഡിലീറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രി പോട്ടെ, സോഷ്യൽ മീഡിയയിൽ ഈ ചാനലുകൾക്കിടയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ? എന്നോടാ? എന്റെ അറിവിൽ എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ എനിക്കറിയില്ല. ഉള്ളതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. എന്നോട് ചോദിക്കല്ലേ ഇങ്ങനെ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പറയാത്തതാണോ? അല്ല, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് നെക്സ്റ്റ് സെഗ്മെന്റ്. ആളെ കിട്ടുമ്പോൾ അടുത്ത കണ്ടന്റ് ഓക്കെ, എന്റെ പൊന്നെ ടെൻഷൻ അടിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ വേറൊരു സെഗ്മെന്റിലേക്ക് പോകണം. നമ്മൾ കുറച്ചു നേരം കുറച്ച് സീരിയസ് ആയി പോയിട്ടുള്ള ടോക്സ് ആയി. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഗൈസ്? സത്യം പറയാം, ബോറടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. സന്തോഷത്തിന് ഇനി 4 ടോപ്പിക് ഇതാ തൂക്കം. നാരങ്ങ അടിച്ചു നാരങ്ങ എന്തായാലും ഉണ്ട്, അത് കൺഫേം. ഓക്കെ, അപ്പൊ അടുത്തതും നിങ്ങൾ കപ്പിളായിട്ടുള്ള SL വേഴ്സസ് SS ആണ്. സിജുചേട്ടൻ SL. അതൊക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഹോപ്പ് ഉണ്ട്. സ്നേഹിച്ചിന്റെ കാര്യത്തിലാണ് എനിക്ക് കുറച്ചുകൂടെ ഹോപ്പ് ഉള്ളത്, നിങ്ങൾ സെറ്റ് ആക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ റൗണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു സംഭവം പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂ, അല്ല നിങ്ങളുടെ പാർട്ട്ണർ ഇഷ്ടം, ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ പാർട്ട്ണർ ഇഷ്ടമുള്ളൊരു പൂവ്. അതല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾ ഓൾറെഡി കാറിൽ വരുമ്പോ പറഞ്ഞിരുന്നു എല്ലാ ഡിസ്കഷൻ കാര്യങ്ങളും. ഒരു കല്ലോ മരോ കിട്ടുമോ? ഇല്ല, ഇതിന് ആണ് അടിയുള്ളത്. ഇതിന് ആ ചൂരിൽ എന്ത് ചെയ്യാം? ആ ചൂര് അല്ല, നിക്ക് അത് സായിച്ചേട്ടന് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അല്ല, ഞാൻ പറയട്ടെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് തല്ലേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെയാണ് തല്ലേണ്ടത്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇത് മീൻസ് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവ് ഏതാന്ന് ഞാൻ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ പാർട്ട്ണറിന് ഇഷ്ടമുള്ള പൂവ് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ തമ്മിൽ അല്ല വേണ്ട, നിങ്ങൾ തമ്മിലെ ഗെയിം എങ്കിൽ ആദ്യം ചേച്ചിയോടും പറയണം ഓക്കെ ജാസ്മിൻ. അപ്പൊ ഉടനെ ഓക്കെ, അപ്പം മലയാളത്തിൽ പറയാലോ, മുല്ലപ്പൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തെച്ചിപ്പൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് 5 കാര്യങ്ങൾ പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് അടി കിട്ടും. അതെ, ശരിക്കും അടിക്കാം കേട്ടോ. ഇങ്ങനെ തൊട്ടാ പോലെ ഇച്ചിരി ഇതില്. അപ്പൊ നമ്മുടെ റൂൾസിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് തല്ലുന്നത്, കപ്പിൾസ് തമ്മിൽ തല്ലുന്നില്ല. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട. സോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ, അങ്ങനത്തെ ഇവര് തല്ലി തമ്മിൽ എനിക്ക് ദേഹം ഞാൻ നടക്കൂടെ. അപ്പൊ ആരാണോ ലാഗ് അടിപ്പിക്കുന്നത്, ഇപ്പം ലിനു ആണ് ലാഗ് അടിപ്പിക്കുന്നത്, സിജുചേട്ടന് തീരുമാനിക്കുക എവിടെയാണ് തല്ലേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കൈ പിടിച്ചോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം സിജുചേട്ടനോടാണ് ചോദിക്കണേ. നിങ്ങളുടെ പാർട്ട്ണറിന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ സ്റ്റാർട്ട്. നിങ്ങളുടെ പാർട്ട്ണറിന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ സ്റ്റാർട്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, വസ്ത്രങ്ങൾ ഡെഫിനറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളുണ്ട്. അതാ അടിച്ചു. ഇവർക്ക് വീട്ടില് ഇവരുടെ പപ്പ സമ്മതിക്കാത്തതുകൊണ്ട് ഇവള് കുർത്തി മാത്രമേ എടുത്തുള്ളൂ. കുർത്തി, ചുരിദാർ, അങ്ങനെയുള്ള ഡ്രസ്സ് മാത്രമേ വസ്ത്രങ്ങൾ സമ്മതം നമ്മളില്ല. കൂടുതൽ സാരി. ഓക്കെ, ഇനി ഇതിന് പറ. ജീൻസ്. ഓക്കെ, 5 കാര്യങ്ങൾ പറയണം, മാറി എന്ത്? ഓക്കെ, 5 കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ചോദിക്കുമ്പോൾ 5 കാര്യങ്ങൾ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും സ്നേഹിച്ചും കൂടെ ആണെങ്കിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പം തെറ്റല്ലേ, ജീൻസ് മാത്രം ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത്, വേണ്ടേ? അത് ശരി.
ജീൻസ് ടീഷർട്ട് അങ്ങനെ പറ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നോട് ഞാനും സ്നേഹിച്ചേച്ചി ഒരു കപ്പിളാണെന്ന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഞാൻ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പാർട്ട്ണറിന് ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണെന്ന് എക്സാമ്പിൾ. കോടതി നിയമമുണ്ട്. വക്കീലാണ്. അതല്ല, ഇത് കണ്ട് നമ്മുടെ 6 നമ്പർ തകർന്നു. ക്യാമറ ഓൺ ചെയ്യും. 6 ദേവി ഇതിന് ജാങ്കോ സ്പേസിലെ സ്നേഹയുടെ പുറകെ കാരണം സ്നേഹയുടെ പുറകെ ഇനി 6 പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിളായിട്ടുള്ള നേഹ തല്ലും. അപ്പം ഫസ്റ്റ് വൺ, പാർട്ട്ണറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ. പാർട്ട്ണറിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ സ്റ്റാർട്ട്. സാരി, ഷർട്ട്, ഓക്കെ, ഷർട്ടും മാത്രമല്ല, ഷർട്ടും ബാക്കി ജീൻസും ടീഷർട്ടും, മുണ്ട്, ഓക്കെ. അടി കൊടുക്കാട്ടോ, ഇപ്പൊ അടി കൊടുക്കാം. ടീഷർട്ട്, ഓക്കെ, പോയി. പോയി. മുണ്ടും ബ്ലൗസും. ചെമ്മീൻ പാർട്ടിട്ട് പോകുന്നല്ല. പറ, ചുരിദാർ. മതി. ഇനി നമ്മളിവിടെ തന്നെ അത് കഴിഞ്ഞു. നിങ്ങളുടെ കഴിഞ്ഞു. അടുത്തത്. ഓക്കെ, ഇത് നിങ്ങൾ എങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രണയം പ്രകടിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ട്ണർ യൂസ് ചെയ്യുന്ന വാക്കുകൾ 5 ഉമ്മ, കരളേ, തങ്കമേ, പഞ്ചാരക്കുട്ട, നേരത്തെ ക്ലിഞ്ചിന് പഞ്ചാരക്കുടമേന്നൊക്കെ ഇതൊക്കെ ഉള്ളതാണോ ഇതൊക്കെ മാറ്റിയിട്ട് പറ കേക്കട്ടെ, പറ. അതെനിക്ക് പറയട്ടോ. ഓക്കെ, അടുത്തത്. അപ്പൊ ഇവര് സേഫ്. അടുത്തത്, പാർട്ട്ണറിന് ഏറ്റവും അത് ശരിയാട്ടോ, 2 കൊടുത്തു. ഓക്കെ, പാർട്ട്ണറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ്. ബിരിയാണി, മന്തി, ഞങ്ങളോട് ചോദിക്കും. ഇവര് വെറും തല്ലാണല്ലോ. കഴിഞ്ഞോ? ഇടിയപ്പം മതി. ഞാനിവിടെ ഹോട്ടൽ തുടങ്ങിയില്ല. മതി. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ ഈ ഗെയിമിൽ ഇവരാണ് ലീഡില്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കുളിമുറിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ കാര്യങ്ങൾ. ബോഡി വാഷ്, വെള്ളം, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ബ്രഷ്, ഷവർ ജെൽ, ഡബ്, ഷാംപൂ, ഒരെണ്ണം കൂടെ. കണ്ടീഷണർ, ഹെയർ ഡ്രയർ, സ്ട്രൈറ്റർ, ഹെയർ ഡ്രയർ, ഞാൻ പറഞ്ഞത്. വെള്ളം പറഞ്ഞ ബക്കറ്റ്, ഡ്രസ്സല്ലേ പേര്. ഓക്കെ, സെറ്റ്. ഓക്കെ, അടുത്തത്. ഓക്കെ, വീട്ടുകാരറിയാണ്ട് നിങ്ങൾ ചെയ്ത കള്ളത്തരങ്ങൾ. നമ്മൾ അത് മാനിച്ചിട്ട് ഇവിടെ ചോദിക്കും. വീട്ടുകാരറിയാണ്ട് നിങ്ങൾ ചെയ്ത കള്ളത്തരങ്ങൾ സ്റ്റാർട്ട്. ഞാൻ പറയട്ടെ. ഇവരുടെ 12 വർഷത്തെ റിലേഷൻഷിപ്പ് ആണല്ലോ. അപ്പൊ ഞാൻ പറയും. കാറിൽ പോയി ഉമ്മ വെച്ച്
വെള്ളം കുടിക്കാൻ പോയി. നീ കാണിപ്പിട്ട് മാത്രം വെച്ചോ, ബാക്കി പറടാ. ബാക്കി വന്നത് സർട്ടിഫിക്കറ്റ് ഇത് പറഞ്ഞാ കുഴപ്പമില്ല, അത് പറയാം. ഷായിച്ചേട്ടൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വെള്ളം കുടിക്കാൻ പോയി. വെള്ളം കുടിക്കാൻ പോയെന്നാ? മലമ്പുഴ പോയി കറങ്ങാൻ. ഓക്കെ ആ. 2 മലമ്പുഴ പോയി. അടിക്കാം ഇപ്പൊ. ഓക്കെ, ഇതൊക്കെ ഡിലേ ആണ് കേട്ടോ. ചായ കുടിക്കാൻ പോയി. സ്നേഹിച്ചിട്ടായിരുന്നു ഞാൻ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്ത കേട്ടോ. ബൈക്കിൽ ചുറ്റാൻ പോയി R15. ഓക്കെ, സെറ്റ്. അത്രേ ഉള്ളൂ. ഇല്ല, രണ്ടെണ്ണം കൂടെ വേണം. ഒന്നുമില്ല. ഇല്ല, ഇതിപ്പോ നമ്മൾ കല്യാണം ഇവളെ അച്ഛനും അമ്മയും അറിയാതെ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. മതി, മതി. ഒരെണ്ണം കൂടെ ലാസ്റ്റ്. എന്തെല്ലാം കഴിഞ്ഞു. ഒരെണ്ണം കൂടെ ലാസ്റ്റ്. ഇവളെ അച്ഛനും അമ്മയും അറിയാതെ നമ്മളിന്ന് പൈസ വാങ്ങി. കഴിഞ്ഞു. ഓക്കെ, ഫെയർ. അതെ, ഓക്കെ, ഡൺ. അടുത്തതപ്പം സീച്ചോട്ടോണാണ്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക്. സ്റ്റാർട്ട്. ഉറക്കം വരും. എടോ, ഓക്കെ ഞാൻ പറഞ്ഞു ഇവള് പിന്നെ അച്ഛേ, എച്ച് അച്ഛേ താൻ എവിടാ? ഒന്ന് നിർത്തിയിട്ട് എന്നെ പോവാമോ? എടുക്കുവാ. ഇതൊക്കെയാണ് പറയുന്നത്. അതെ, ഇതൊക്കെ ഫൈൻ, സെറ്റ്. ഞാൻ മെസ്സേജ് അയക്കാൻ മടുപ്പേ. മടുപ്പ. അപ്പൊ എന്ന് പറഞ്ഞു താൻ എവിടാ? ഞാൻ മറ്റേ മൂന്നാലെണ്ണം കേക്ക് മാത്രമേ ഉള്ളൂ. താൻ എവിടാ? താൻ വീട്ടിൽ വന്നോ? താൻ എവിടാ? കഴിച്ചോ? കഴിച്ചോ? എവിടാ? 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 എത്തിയോ? കോപ്പി പേസ്റ്റ് ആണ്. അതെ, എവിടാ എവിടാ? അത് ഓരോ മണിക്കൂറും വിട്ടുവിട്ടാ. എത്തിയോ? എവിടാ? അത്രേ ഉള്ളൂ. കെയറിംഗ്. പക്ഷെ റിപ്ലൈ ഇല്ലാത്തതിന് ഞാൻ ഓക്കെ, അടുത്ത്. നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഒരു ഫേവറേറ്റ് ഡാൻസ് സ്റ്റെപ്പ്. കൽബിലെത്തി. ഞാൻ കാണിച്ചതാ. ഇങ്ങനെ ഒരു ഫോട്ടോ ഉള്ള വീട്ടില്, തറവാട്ടില്. അതെന്താണ് മറ്റേ മാര്യമ്മങ്കോവില് വളർന്നു വെച്ചാൽ ഇങ്ങനെ അത് ഞാൻ 2ാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് ഡാൻസ് കളിച്ചപ്പോൾ പോസ് ചെയ്തെങ്ങനെ. നിങ്ങളുടെ നോർമൽ ഫേവറേറ്റ് ഡാൻസ് സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ. ഡാൻസ് കളിക്കാറില്ല. ആ, കൽപ്പിലെത്തി. എനിക്ക് പറയണ്ടേ, ഞാൻ ഇപ്പൊ professional അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഇതും ഇങ്ങനെ എന്താ കാലോട്ട് അടിക്കല്ലേ. അതന്നെ അതന്നെ. ഞാൻ പ്രൊഫഷണൽ ഡാൻസറാണ്. അതെ, എന്നാ 2 സ്റ്റെപ്പ് ഇട്ടാലോ ഓണം പ്രമാണിച്ച്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാ. ഓക്കെ, നമ്മുടെ ലെമൺ റൈസിന്റെ ഗെയിം. മുണ്ടൂരി പോയി കഴിഞ്ഞാൽ അതെ, ഇത് ഒട്ടിക്കുന്ന ഒരു മുണ്ടാട്ടോ. ഒട്ടിക്കുന്ന മുണ്ടെടുക്കാറില്ല. ഒട്ടിച്ച് വന്നിരിക്കുകയാണ്. മുണ്ടെടുക്കാൻ അറിയത്തില്ല. മുണ്ടെടുക്കാറില്ല. അവൻ ബിഗ് ബോസിലും മുണ്ടെടുക്കാൻ. ആ, ശരിയല്ലേ. ഞാൻ അന്ന് ചോദിച്ചതാ വിഷു എപ്പിസോഡ് ഇതിന്റെ ആവശ്യമുണ്ടോ. അപ്പൊ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. കൊറേ ചോദിച്ചതാ, കൊറേ ചോദിച്ചു ഞാൻ. സമ്മതിച്ചില്ല. സാരമില്ല. എന്തായാലും ലുക്കിൽ കാണാൻ പറ്റുന്നില്ല ഓഡിയൻസിന്. ഇത്ര ലുക്കില് മുണ്ടൊക്കെ എടുത്ത് ഷർട്ട് കെട്ട് അല്ലേലും ഭയങ്കര ലുക്കാണ്. പക്ഷെ ഇതിനൊന്നും വേറെ ഒരു മലയാള തനിമ വേണ്ട. ഓക്കെ, ഓക്കെ, സെറ്റ്. അടുത്തത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറഞ്ഞ കള്ളങ്ങൾ. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറഞ്ഞ കള്ളങ്ങൾ, വീട്ടിൽ പറഞ്ഞ കള്ളങ്ങളല്ല. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറഞ്ഞ കള്ളങ്ങൾ. സ്റ്റാർട്ട്. അതിൽ എക്സ്പ്ലെയിൻ ക്വസ്റ്റൻ ഒന്നുകൂടി. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തരം പറഞ്ഞ് പിടിച്ചേക്കുന്ന കാര്യങ്ങൾ. പിടിച്ചേക്കുന്ന ഞാനൊരു സംഭവം പറയാം. പിടിച്ചേക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഞാനേ ഈ പള്ളി പോകാനൊക്കെ ഭയങ്കര മടുപ്പാ എനിക്ക് വിശ്വാസമുണ്ട്. അവനെ പോലെ കുറച്ച് വിശ്വാസമുണ്ട്. അങ്ങനെ പള്ളിയിൽ അങ്ങനെ പോകുന്ന കുറച്ച് മടുപ്പുള്ള ആളാണ്. അപ്പോ ഇവളാണെങ്കിൽ മറ്റേ സ്നേഹയുടെ ബാക്കി പള്ളി കറക്റ്റായിട്ട് പോകണം, മസ്റ്റാണ്, പ്രാർത്ഥനയൊക്കെ ചൊല്ലണം. അപ്പൊ ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് എനിക്ക് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ രാവിലെ 7 മണിക്കാണ് കുർബാന. അപ്പൊ എനിക്ക് പോകാൻ മടുപ്പാ. അപ്പോൾ എനിക്ക് പറഞ്ഞോടോ പള്ളിയിൽ പോയിട്ട് താൻ എന്നെ അവിടെ വെച്ചിട്ട് അത് ഫോട്ടോ എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഓൺലൈനിൽ കുർബാന കിട്ടൂല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ രാവിലെ വിളിക്കുമ്പോഴത്തേക്ക് എന്റെ മറ്റേ മൊബൈലിനകത്ത് കുർബാന ഇടും. എന്നിട്ട് ഞാൻ പതുക്കെ ഞാൻ കുർബാന ഇട്ടിട്ട് ഞാൻ പതുക്കെ പറഞ്ഞു പള്ളി സ്കാമർ. അപ്പൊ അത് കുറെ അങ്ങനെ പറ്റിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ രാത്രി ഉറക്കം കുറച്ച് ഇമ്പോർട്ടന്റ്. ഇവക്കാണെങ്കിൽ രാത്രി സൊള്ളണം. ചില സമയത്ത് ഒരു വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ തുടങ്ങുമായിരിക്കും. അപ്പൊ ടേബിൾ ഫാൻ ഉണ്ട്. അപ്പൊ ടേബിൾ ഫാൻ ഇങ്ങനെ തിരിച്ചു വെക്കും. അത് അപ്പൊ നല്ല കാറ്റായിരിക്കും. ഇപ്പൊ ഫോൺ എടുത്ത് അവിടെ വെക്കും. ഞാൻ പറയും വണ്ടിയിലാണ് ഭയങ്കര ശബ്ദമായിരുന്നു. ഇവിടെ ഫാനാണെങ്കിൽ അവിടെ ചിത്തുബായിയാ. ചിത്തുബായിയാണ് മെയിൻ ആണ്. അങ്ങനെ പിടിച്ചിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കളത്തരങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ഒക്കെ ചെയ്തിട്ട് ഫാനൊക്കെ തിരിച്ച്. പിന്നെ ഞങ്ങൾ IPL ഉള്ള സമയത്ത് അപ്പൊ രാത്രി നമുക്ക് 11 വരെ കളിയുണ്ടല്ലോ. അപ്പൊ നമ്മൾ അവിടെ കണ്ടിട്ടിരിക്കുക. ഇവക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർക്ക് ക്രിക്കറ്റ് ഇഷ്ടമല്ല, ഞാൻ കാണാൻ താല്പര്യമില്ല. അപ്പൊ ആ സമയത്ത് പ്രത്യേകിച്ച് ഈ രാജസ്ഥാൻ കളിയൊക്കെ ഉള്ള സഞ്ജുവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കളി കാണാൻ വേണ്ടി ഇരിക്കും.
അപ്പൊ ഞാൻ നിൽക്കും കൂടുതൽ പറയും എടോ എത്ര നേരമായി അപ്പൊ ഞാൻ ആ സമയത്ത് ടി വി വോളിയം കൂട്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ഇടും എന്നിട്ട് ഞാൻ തിയേറ്ററിൽ ഇരിക്കോടോ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മള് പറ്റി അങ്ങനെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ അത് ഞാൻ ചെയ്ത് ഈ കളത്രം ചെയ്ത് ഇത് മടുത്ത് ലാസ്റ്റിൽ ബുദ്ധിയില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അപ്പൊ ഇനി അറിയപ്പെടാത്ത കള്ളത്തരങ്ങളുണ്ട്. അതുപോലെ ഇന്നും വല്ല കള്ളത്തരം ചെയ്ത് പിടിച്ചിട്ടുണ്ടോ? ലിന അത്ര ബുദ്ധിയില്ല. എന്തിനാ കളത്തല്ലേ ഇവർ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യം അല്ലേ? നമ്മള് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ ഫോർ ബോത്ത് പറയും. നിങ്ങൾ ചെയ്ത് പിടിച്ച കള്ളത്തരങ്ങൾ. രാവിലെ കുളിച്ചു എന്ന് പറയണത്, ബാത്റൂമിൽ ഫ്ലഷ് അടിച്ചു പറയണത്. ബാത്റൂം ഫ്ലഷ് അടിക്കുന്നത് പ്രശ്നമായിരുന്നല്ലേ? ബിഗ് ബോസ് പോകുന്ന സമയത്ത് വീട്ടിലൊന്നും കുളിക്കാറൊന്നുമില്ല. ബിഗ് ബോസിന് ഭയങ്കര വൃത്തിയായിരുന്നു. ഭയങ്കര കുളി നന എന്നിട്ട് പറഞ്ഞ പോലെ ഫ്ലഷ് ഒക്കെ അടിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോരം സാധനങ്ങൾ കേട്ടു പറയുന്നത് പറഞ്ഞിട്ട്. പിന്നെന്താ പിന്നെ പല്ലേക്കുന്നത്, പല്ല് തേക്കുന്നത്, തേച്ചെന്ന് പറയും. വണ്ടി സ്പീഡിലല്ല ഓടിക്കുന്നത്. ഞാൻ മെല്ലെ ഓടിക്കാൻ പറയുമ്പോ സ്പീഡിൽ ഓടിക്കും. അതെനിക്കറിയാം നോണിയാണെന്നുള്ളത്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോണ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തന്നെ ഉള്ളു. ഓ വേണ്ടെന്നാണ് ഞാൻ നോണൊന്നും പറയാറില്ല. സത്യസന്ധയായുള്ള ഒരു കുട്ടിയാണ്. ആക്ച്വലി ഇവളെന്താ ഇവളെ ആ ടൈപ്പാ. നോണ പറഞ്ഞ അവർക്ക് എന്തോ സംഭവിച്ചു അതുകൊണ്ടല്ല എനിക്ക് നോണ പറയാൻ താല്പര്യം. അല്ലല്ല നോണ പറഞ്ഞു കഴിഞ്ഞാ എന്തോ ആയുസിന്റെ പകുതി കുറഞ്ഞു അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ്. നോണ പറഞ്ഞ ദൈവം എന്തോ മോന് ചൂരം കൊണ്ട് പ്രശ്നം എന്താ അറിയോ? ഇവിടെ നോണ പറയാൻ മിക്ക പേടിയാ പൈസ ചെലവാണ്. വലിയ നോണ പറഞ്ഞാ ഇവിടുന്ന് രാമേശ്വരം പോകണം, ഗുരുവായൂർ പോകണം. ഞാൻ നോണ അങ്ങനെ പറയാറില്ല. സത്യസന്ധതയായിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ നോണ പറയുന്ന ആൾക്കാർ ഇഷ്ടമല്ല. അതെ അതെ. അപ്പൊ ആ സമയത്ത് അപ്പയോടും അമ്മയോടും നിങ്ങൾ പ്രണയിക്കുന്നത് നോണ പറഞ്ഞ സമയത്ത് ഇതൊന്നും ആപ്ലിക്കബിൾ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. ഓ ആദ്യം വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല വീട്ടില്. പീസ്ഫുൾ ആയിരുന്നു. ഇല്ല അത്ര പീസ്ഫുൾ അല്ല, എന്നാലും പീസ്ഫുൾ ആയിരുന്നു. കഴിഞ്ഞോ? കൊടൂര നോണ എന്ത് നമുക്ക് ഭക്ഷണം വെക്കാൻ അറിയാം. ഇതില് ഞാൻ വെച്ചോന്നില്ലേ, ഞാൻ യൂട്യൂബിലൊക്കെ മട്ടൻ കറി വെച്ചു കൊടുത്തു, കല്ലുമ്മക്കായ വെച്ചു കൊടുത്തു, കഴിച്ചായിരുന്നോ? മുട്ടക്കറി വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി വെച്ചു കൊടുത്തിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ രാത്രി 7 മണിക്കല്ലേ രാത്രി ഫുഡ് കിട്ടുള്ളൂ. അപ്പൊ ഇതിലേക്ക് ഉണ്ടാക്കി തന്നിട്ട് കഴിക്കാനേ പറ്റുന്നില്ല, പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് കഴിച്ച എന്തെങ്കിലും വിഭവം ഉണ്ടോ? ആണ്. എന്നാലും സ്നേഹത്തില് പറയില്ലേ നമ്മള് ആ നല്ലായിരുന്നു സ്നേഹ, അത് ഭീഷണിപ്പെടുത്തും. അന്നാ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പം നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ആളാ? അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണോ, പക്ഷെ ഉണ്ടാക്കുന്ന സാധനമൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് സായി പറയാറുണ്ട്. അതെ, ചായ തിളപ്പിച്ച് പഞ്ചസാര ഇടും, പഴം പുഴുങ്ങും, കേട്ട് എങ്ങനെ ഇരിക്കുന്നു. നല്ല ടേസ്റ്റാ. പിന്നെ ബ്രൗൺ ബ്രെഡ് കവർന്ന് മുട്ട പുഴുങ്ങിയൊരു കഥ ഉണ്ട്. ഒരു ദിവസം ഞാൻ നോക്കുള്ള മുട്ടേന്റെ തോടിനൊക്കെ ഇങ്ങനെ തുടക്കണി, ഈ തോടിട്ട് പുഴുങ്ങി തുടക്കണായിട്ടൊരു മറ്റേ സോപ്പ് മുട്ട കഴുകി. അതൊക്കെ ഇവിടെ പണ്ട് 7 ടപ്പ് എന്നാ പറഞ്ഞത്. ഫ്രൈഡ് റൈസിന് ഇച്ചിരി ഊക്ക് കിട്ടാൻ മാത്രമുണ്ട്. അല്ലേ, അത് ഇച്ചിരി ഊക്ക് കിട്ടാൻ മാത്രമുണ്ട്. ഞങ്ങൾ ടൂർ പോയി, +2 ടൂർ പോയി. ഫ്രൈഡ് റൈസിന് ഞങ്ങളാരും ഫ്രൈഡ് റൈസിന് ചിക്കൻ കറി കഴിക്കാറൊന്നുമില്ല. ഫ്രൈഡ് റൈസും സോസും അല്ലേ. നമ്മളിപ്പോ മറ്റേ ഇടം മാടി വിളിക്കുന്നത് കറി എവിടെ മാഡം, ഇത് പുലാവല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കറി. അല്ല, ഏറ്റവും രസം എന്ന് വെച്ചാല് അന്ന് ഞാൻ കറി ചോദിച്ചതിന് ശേഷം ആ ടൂർ പോയിട്ട് ഏറ്റവും അവസാനം ഞങ്ങളുടെ സാറുമാരെല്ലാരും കൂടി എല്ലാരും വിളിച്ചിട്ട് ഒരു അവാർഡ് കൊടുക്കണ്ടായിരുന്നു. ഏറ്റവും നല്ലതായിട്ട് ഹാപ്പി ആയിട്ടുള്ള ആള്, ഒരു ചളി അടിക്കുന്ന ആള്, അപ്പൊ ഏറ്റവും നല്ല എന്താ പൊട്ടത്തി എനിക്ക് അവാർഡ്. ഇവളെ മമ്മി ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിനപ്പുറം അവള് പോകാറില്ല, പോയിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് മൈസൂർ. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? ഏയ് അല്ലല്ല, മനസ്സിലായില്ലേ ഇവിടെ എന്തൊക്കെയാ നടക്കണെന്നുള്ളത്. കൊച്ചുകാലത്ത് നടക്കുന്നത് നടക്കണത് ഇവിടെ മമ്മി പണ്ട് എന്റെ യൂട്യൂബിൽ മുട്ടർത്തത്
യൂട്യൂബിന് അത് ഫേമസ് ആയിരുന്നു. യൂട്യൂബിൽ മുട്ട മുട്ടത് മുട്ടരുതെന്നോ? തേങ്ങ ഉടക്കിയ ആണ്. അല്ല എന്റെ യൂട്യൂബിലെ പിന്നെ വരുന്നില്ല. ആ എനിക്കിത് ഓർമ്മ അത് പറഞ്ഞ എന്നിട്ട് തേങ്ങ ഉടച്ച് എനിക്ക് തേങ്ങ അടച്ചിട്ട് വന്നത് അത് വന്നില്ലേ പിന്നെ വന്നില്ലേ? ആ എനിക്ക് ഓർമ്മ ഉണ്ട്. ഇപ്പൊ ഇവിടെ സെയിം പരിപാടിയല്ല. എന്തുണ്ടായാലും ഓടുക അമ്പലത്തിലോ. അതാണ് വിശ്വാസം. വിശ്വാസമല്ലേ എല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മുടെ ചൂരില് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അവിടെ വെച്ചോളൂ, അല്ലെങ്കിൽ അന്ന് അവിടെ വെച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ സിനിമാ പ്രേമികളാണ്, നമുക്കൊക്കെ സിനിമ ഇഷ്ടമാണ് കാണാൻ. അപ്പം നമ്മൾ കണ്ടേക്കുന്ന പല സിനിമകളുടെയും തർജിമ ഞാൻ പറയും, നിങ്ങൾ അതേ സിനിമയാണെന്ന് പറയണം. ഓക്കെ. ഇംഗ്ലീഷ് ശരിക്കും ഞാൻ പറയണ്ടാവുക, അത് ഏത് സിനിമയാണ് മലയാളത്തിലെന്ന് പറയണം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരോ ആൾക്കാർക്കായിട്ട് കൊടുക്കണോ? ടീം വേണോ? നിങ്ങൾ ടീം ഞാനും സായി ഒരു ടീം, ഇവർ രണ്ടുപേരും ഒരു ടീം. എന്നാ അങ്ങനെ ആവാം. കാരണം ഇപ്പൊ കപ്പിള് നമുക്ക് വിടാം കുറച്ച് നേരത്തേക്ക് അല്ലേ? 2 ഗേൾസും 2 ബോയ്സും ഗൈസ്. അപ്പം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോളൂ. ഷിഫ്റ്റ് ചെയ്യണ്ട, ഇവിടെ ഇരുന്നാ മതി. ഓക്കെ ഓക്കെ. ഫസ്റ്റ് വൺ സായി ചേട്ടനും ശ്രീ ചേട്ടനാണ്. ഹർ നൈറ്റ്സ്. അവളുടെ രാവ്. അത് ഭയങ്കര സിമ്പിൾ ആയി പക്ഷേ ഓക്കെ. ഞാനൊന്നും പറയുന്നില്ലേ? നല്ല സിനിമയല്ലേ? നല്ല സിനിമ. നല്ല സിനിമയാ. ഓക്കെ. നിങ്ങൾക്ക് ഇൻ നീഡ് ഫോർ എ ഗ്രൂം. വരേണ്ട ആവശ്യം. ഓക്കെ സെറ്റ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസാ, കുറച്ച് ടഫ് വേണമായിരുന്നോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ. അടുത്ത് ഹാൻസം ഗൈ ഇൻ ദ ടൗൺ. നിങ്ങൾക്ക് സുന്ദര പുരുഷൻ. അല്ല, പട്ടണത്തിൽ സുന്ദരി. ഇവർക്കാണ് ഗെയിം. നിങ്ങൾ വേണ്ടത് ഇനി നിങ്ങളുടെ അടുത്തത്. ഓക്കെ. അപ്പം നിങ്ങളെ 3 പേരും പോയിന്റ് പറഞ്ഞു. ഓക്കെ. ഫ്ലവർ ബ്ലോസംഡ് ഇൻ ദ സ്നോ. അറിയാം. ഇത് ഭയങ്കര സിമ്പിൾ ആയിപ്പോയി, നമ്മൾ കുറച്ചുകൂടി ഇതാക്കണമായിരുന്നു. ഓക്കെ. നിങ്ങൾക്ക് എവിഡൻസ് ആൻഡ് ദ വിറ്റ്നസ്. എവിഡൻസ് സാക്ഷി. ഓക്കെ സെറ്റ്. ഇത് ശരിയാവുന്നില്ല. അടുത്തത് ദ കളർ ഓഫ് സസ്പെഷൻ. ഒരെണ്ണമെങ്കിലും പറയാണ്ടിരുന്നല്ലോ, സമാധാനം. ദ കളർ ഓഫ് സസ്പെഷൻ. സസ്പെഷ്യസ് എന്ന് അതിന്റെ ഇതായി പറയുമല്ലോ. അത് പിന്നെ അങ്ങോട്ട് അത് ശരി കൊള്ളാം. ഇല്ല പറയൂല. പോരട്ടെ. ഇല്ല നിങ്ങൾ വിട്ട് ഇവർക്ക് പാസ് പോകും. ഇങ്ങനെ കളർ ഓഫ് സസ്പെഷൻ. സസ്പെഷൻ സസ്പെഷ്യസ് എന്ന് പറയില്ല, അതിന്റെ സസ്പെഷൻ. സസ്പെഷ്യസ് എന്ന് പറയുന്നതിന്റെ ഇത് സസ്പെഷൻ. ഒരെണ്ണെങ്കിലും എടാ നിനക്കറിയാടാ, നിനക്ക് നീയാ പറഞ്ഞേ. പറഞ്ഞെടുക്കരുത് മനസ്സേട്ടാ. ഇങ്ങനെ കിട്ടിയ മനസ്സേട്ടൻ അറിയില്ല തോന്നുന്നു. മനസ്സേട്ടൻ അറിയില്ല. ഇല്ല ഇല്ല. ഫോണ ഫ്രണ്ട് വേണ്ട, കൊടുക്കണ്ട. ഫോണ ഫ്രണ്ട് ഇല്ല. അമ്മേ. ഓക്കെ. ഫോണ ഫ്രണ്ട് ഒന്നും കൊടുക്കണ്ടല്ലോ. അത്ര ഒന്നും കൊടുക്കാനാ? ഫോണ ഫ്രണ്ട് ശരിക്കും ചെയ്യൂല്ലല്ലോ. ശരിക്കും അന്ന് ആരെ അശ്വന്ത് കോക്കിനെ വിളിക്കുന്നത്? ഷിയാസ്. ഓക്കെ. നമ്മളിവിടെ ഈ ആൻസർ കിട്ടാഞ്ഞിട്ട് ആരെ വിളിക്കുന്നത്? ഷിയാസ് കരീം. അപ്പൊ നമുക്ക് വേറൊരാളെ വിളിക്കാം. കോക്ക്. ഈ സമയത്താണോ വിളിക്കുന്നത്? പറയാൻ പറ്റില്ല. എന്താ ദ കളർ ഓഫ് സസ്പിഷ്യസ് ആണ്. യെസ് മിസ്റ്റർ കോക്ക്, ഒരു സംശയം. കളർ ഓഫ് സസ്പീഷ്യസ് എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏതാ സിനിമ? അതല്ല, ഇത് തർജിമ. എന്നോടൊരു ഇന്റർവ്യൂ ചോദിച്ചതാ. ഇവിടെ ജാഗോ സ്പേസിന്റെ ഒരു ഇന്റർവ്യൂ, കളർ ഓഫ് സസ്പീഷ്യസ്. ഞാൻ പറഞ്ഞതാ. മലയാള സിനിമയാണ്, അതിൽ ഇംഗ്ലീഷിലെ കളർ ഓഫ് സസ്പീഷ്യസ് എന്ന് പറഞ്ഞു. കൊറേ ഞങ്ങൾ ഉത്തരം പറഞ്ഞു, ഇതിൽ പെട്ടുപോയി. സംശയത്തിന്റെ നേട് അല്ല, കളർ ഓഫ് സസ്പീഷ്യസ്. വാട്സാപ്പ് എടുത്ത് മെറ്റേന്റെ അറിയില്ല, തോറ്റു. പറയട്ടെ. ഓക്കെ. വർണ്ണത്തിൽ ആശങ്ക.
വർണ്ണത്തിൽ ആശങ്ക, ആശങ്ക അല്ലേ? അപ്പൊ തിരിച്ചല്ലേ വരിക? അത് വർണ്ണമല്ല. വർണ്ണത്തിൽ ആശങ്ക. വള്ളി വർണ്ണത്തിൽ എന്നല്ലേ? വർണ്ണത്തിൽ കളർ സസ്പെഷൻ തന്നെ. അതെ 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 അതെ. ഇല്ല ഇല്ല, അത് കറക്റ്റാ. അത് കറക്റ്റാ. ഇനി സംശയിപ്പിക്കാൻ കറക്റ്റാ. ഓക്കെ, അടുത്തത്. ഓക്കെ, ഹാൻസം പേഴ്സൺ. ആരോടായിരുന്നു? അല്ല, ഇവര് ഹാൻസം പേഴ്സൺ. ആ, ഇതൊക്കെ സിമ്പിളാ. അടുത്തത് ദ പ്ലേസ് ഓഫ് തോട്ട്. പ്ലേസ് ഓഫ് തോട്ട്, സോറി, പാലസ് ഓഫ് തോട്ട്. സോറി ഗൈസ്, പാലസ് ഓഫ് തോട്ട്. ആ, അല്ലെങ്കിൽ കാസിൽ ഓഫ് ദ മൈൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാസിൽ ഓഫ് ദ മൈൻഡ്. കാസിൽ ഓഫ് ദ മൈൻഡ്. കാസിൽ ഓഫ് ദ മൈൻഡ് കിട്ടിയോ? പക്ഷെ പറയരുത്. ചേട്ടന് കിട്ടിയോ? ഇല്ല, അറിയില്ല. കാസിൽ ഓഫ് ദ മൈൻഡ് എന്ന് ആലോചിച്ചോ. പാലസ് ഓഫ് ദ തോട്ട് വേണ്ട, കാസിൽ ഓഫ് ദ മൈൻഡ്. സ്നേഹിച്ച് ക്ലോസ് ആയിരുന്നു നേരത്തെ. ക്ലോസ്, വെരി ക്ലോസ്. ഒരു വേർഡ് അതിൻ്റെ അകത്ത് പറഞ്ഞു. അല്ല, കൊട്ടാരം ഉണ്ട്. ഒന്നുകൂടെ അയച്ചു. കാസിൽ ഓഫ് ദ മൈൻഡ്. മൈൻഡ്. തോറ്റോ? അത് തന്നെ. എനിക്ക് മൈൻഡ്, മാനത്തെ കൊട്ടാരം, മനസ്സ്, മാനം. ഇല്ല, നമ്മൾ ഗേൾസിനെ തല്ലുന്നില്ല. ഇല്ല, നമ്മൾ കഴിച്ചു. അപ്പൊ അതില് നമ്മൾ ജയിച്ചേക്കുന്ന ചിലന്തി വാപ്പിളെ. അതെ, അതിന്റെ കാർട്ടൂൺ വേർഷൻ തിരുപ്പി അങ്ങനെയുണ്ട്. അപ്പൊ ഇതിനകത്ത് സിജു ചേട്ടനും സായി ചേട്ടനാണ് വിന്നേഴ്സ് അയക്കുന്നത്. സോ കൺഗ്രാചുലേഷൻസ്. മഞ്ജ് എവിടെ? കഴിച്ചു നേരത്തെ. ബാക്കിയുടെ മഞ്ജോടെ കഴിച്ചു തീർത്തു. സോ മഞ്ജില്ല. ഞാനൊരു ടാസ്ക് തരാം. ഷിയാസ് കരീമിനെ പ്രപ്പോസ് ചെയ്യണം. ആ ചേട്ടൻ ഒരു ഇമ്പോർട്ടന്റ് കോളിലാണ്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണോ? ആറാട്ടനെന്നാണ് പറഞ്ഞത്. ആറാട്ടന്റെ ഇവിടെ നമ്മുടെ ഓൾറെഡി ഇപ്പൊ കേസ് പ്രശ്നം കേട്ടു. അതിന്റെ ഇടയ്ക്ക് പോയി പ്രായം ചുമ്മാ. എന്റെ സിജുചേട്ട കുറച്ച്. അപ്പൊ നമ്മളത് ഡ്രോപ്പ് ചെയ്യട്ടെ. ഹലോ ഹലോ, എനിക്ക് എവിടെ? യെസ്. പിന്നെ നിങ്ങളൊരു കടുത്ത ആരാധിക നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു കടുത്ത ആരാധിക നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആ, പിന്നെ പ്രപ്പോസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രപ്പോസ് ചെയ്യണ്ടേ ഇപ്പോ? നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം നിങ്ങളൊരു കടുത്ത ആരാധിക പറയും. ഞാൻ ഫോൺ കൊടുക്കട്ടെ. ഞാനൊരു ഇന്റർവ്യൂല് വന്നപ്പോ അവിടുത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ നിങ്ങൾ ആരാധിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പ്രപ്പോസ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു, പ്രപ്പോസ് ചെയ്യുമെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു. തീർന്നിട്ടില്ലല്ലോ. ഞാനില്ലല്ലോ. ഞാനാണോ പ്രപ്പോസ് ചെയ്യണ്ടേ? അവരല്ല പ്രപ്പോസ് ചെയ്യണ്ടേ? അടുത്ത പാട്. എന്താ ഷിയാസ് കരീമിന് പേടിയാണോ? എന്നെ പേടിക്കണ്ടേട്ടാ. ഹലോ കൊടങ്ങോട്ട്. ഹലോ, നേഹാനിക്കോടെ പ്രപ്പോസ് ഹലോ. ഇയാള് ഓടി വന്നു കേട്ടോ. പോയി ആ വഴിക്ക് പോയി. അപ്പം ആ ഒരു അപ്പൊ നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഓണം പരിപാടികൾ എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ലെമൺ സ്പൂൺ റേസ് പോലത്തെ ഗെയിം.
ഓണസദ്യ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഉടനെ ഒരുക്കി തരുന്നതായിരിക്കും. ബാ നമുക്ക് ഗെയിം കളിക്കാൻ പോകാം. അപ്പം പായസമായാലും മതി. ആ നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് നമ്മുടെ ലെമൺ റൈസ് ഇപ്പൊ നടക്കാൻ പോവാണ്. സിരിച്ചേട്ടനും സായി ചേട്ടനാണ് അവിടെ വരെ പോകുന്നു, തിരിച്ചു വരുന്നു. നമ്മുടെ 2 ഭാര്യയാവാൻ പോകുന്ന ആൾക്കും ഭാര്യയ്ക്കും നമ്മളത് പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഇതാ സ്പൂണ് ഓക്കെ. അപ്പൊ 2 ലൈമാണുള്ളത്. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ സ്റ്റാർട്ട് പറയുന്നതായിരിക്കും. ഇവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം 2 പേരും ഒരേ ലൈന് നിൽക്കൂ. ആ വീണു ഓൾറെഡി. ആയുഷ്മാൻ ഭവ, കാലൊന്നും പിടിക്കണ്ട. സിരിച്ചേട്ടൻ കുറച്ചുകൂടെ ബാക്കോട്ട്. ഓക്കെ അല്ലേ? ഇവര് പോകുമ്പോ നിങ്ങൾ ഇച്ചിരി വിട്ടോട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ അവസാനത്തെ ഓണത്തിന്റെ ഗെയിമാണ്. അപ്പം ബിഗ് ബോസിൽ 2 ആൾക്കാർ അങ്ങോട്ട് കോമ്പീറ്റ് ചെയ്യുന്നു. അവസാനത്തെ ഓണത്തിന്റെ ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം റെഡിയാണോ? റെഡി ആകുമ്പോ റെഡി? അപ്പൊ റെഡി സെറ്റ് ഗോ. പോരാട്ടത്തോടു കൂടി സിജോ ചേട്ടനും സായി ചേട്ടനും തിരിച്ചു പോകുന്നു. ഇനി അത് തിരിച്ച് നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് കൊടുക്കണം. വീണ് കഴിഞ്ഞാൽ തോറ്റു, വീണില്ലെങ്കിൽ ജയിച്ചു. ഓക്കെ പോയി. അപ്പൊ ഒന്നുകൂടെ സ്റ്റാർട്ട്. അവര് കൊടുത്തിട്ടില്ല. എസ് വരയ്ക്കുമ്പോ പ്രോപ്പറസ്, തല കൊണ്ട് പ്രോപ്പറസ്. ജയിച്ചു ഗൈസ്. നമ്മള് വെരി വെരി ബാഡ് ഗെയിമാണ്. ആ ഒരാളും കൂടെ ചെയ്യും. നിങ്ങളും കൂടെ ചെയ്തോ. ആക്ച്വലി ഇവരും ചേട്ടാ നിങ്ങൾ എസ് വരച്ച ഓക്കെ അല്ലേ? പാസ് ചെയ്യാൻ പറ്റില്ല. അത് ഇത് പതുക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി തിരിച്ച് നീ ഇവര് നടക്കട്ടെ. എന്ത് പറ്റി? ഒരു ചൊവയുണ്ടോ? എന്തൊക്കെ ദൈവമേ, ഈ ഇന്റർവ്യൂ ഇടയ്ക്ക് എന്തൊക്കെ കുറുമ്പത്തിലാണ് കാണിക്കണത്. ഓക്കെ അല്ലേ? ഇനി പാവത്തിന് ഓക്കെ കുറച്ചുകൂടെ ബാക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതുള്ളതുകൊണ്ടോ? ആ അതെനിക്ക് മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ് യു. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആവുമ്പോ പറയാം. സ്നേഹിച്ച് ഇവിടെ വെച്ച് നോക്കുന്നോ? കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അതെ സൈഡ് വെക്കുമ്പോ കുറച്ചുകൂടെ സുഖം ഉണ്ടാവും തോന്നുന്നു. സ്നേഹ ചേച്ചിയുടെ പല്ലിൽ ക്ലിപ്പ് ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അത് ആദ്യം നമ്മൾ ഡിസ്ക്ലൈമർ ഇട്ട് പറയാണ്. ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബിഗ് ബോസിലെ മഹത് വ്യക്തികളുടെ 2 ഭാര്യമാർ, ബിഗ് ബോസിലെ 2 വ്യക്തികളുടെ ഭാര്യമാരുടെ ഗെയിം കളിക്കാൻ പോകുന്നു. അപ്പം റെഡി സെറ്റ് ഗോ. ഇത് മടക്കി കൊടുക്കാൻ അറിയില്ലെങ്കിലും ഇത് ഇന്നസെന്റ് ഈ 2 പേരും ഒരേ സമയത്ത് തിരിഞ്ഞ് പോരട്ടെ. ഇനി അത് പാസ് ഓൺ ചെയ്യേണ്ടതാണ് വേണ്ടത്. സെറ്റ് സെറ്റ് സ്റ്റേജ്. വലിയ എസ് തലയും കൊണ്ട് വലിയ എസ്. ഓ അപ്പം 2 പേരും ഈക്വലാണ്. അപ്പൊ നമ്മള് നോക്കി ഇവിടെ ചുമ്മാ ലൈം കൊടുത്തിട്ട് ആ ലൈമിന്റെ ഉമ്മിനീര് എടുത്തിട്ട് കുടിക്കുന്നു. അത് മതി. ഓക്കെ ഓണ സമ്മാനായിട്ട് ബിഗ് ബോസിലെ 2 മാസം ബിഗ് ബോസിലെ 2 മാസം വ്യക്തികൾ ഇനി ഞാൻ പറയുന്നത് എല്ലാരും കുടിച്ചില്ല. സാരമില്ല. ഞാനത് കുടിച്ചത്. അല്ല ഒരു മിനിറ്റ് ലാസ്റ്റ് വൈൻഡപ്പ്. അതോടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോയി ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആവാം.
അപ്പൊ നമ്മുടെ ഗെയിമിൽ ആക്ച്വലി ഡ്രോ ആണ് കേട്ടോ, 1-1 ആണ്. രണ്ടുപേരും ഒരു സൈഡത്ത് സായിച്ചേട്ടൻ തോറ്റപ്പോൾ ഒരു സൈഡിൽ സ്നേഹിച്ച് ജയിച്ചു. അതേപോലെ തന്നെ ഇവിടെ രണ്ടുപേരും ടൈ ആണ്. അപ്പൊ നമ്മുടെ ഓണം പ്രോഗ്രാമിന് ഇവര് വന്നേക്കുന്ന സ്ഥിതിക്ക് വന്നപ്പോ തൊട്ട് സായിച്ചേട്ടൻ ഈ ഷെയ്ഡ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷെയ്ഡ്സ് മാറ്റിയിട്ട. അപ്പൊ ഈ ഷെയ്ഡ്സ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷെയ്ഡ്സിനെ പറ്റി എന്തെങ്കിലും ഇട്ടോളൂ. ഷെയ്ഡ്സിനെ കൊളാബാണോ ഇത്? അല്ല, ഈ ഷെയ്ഡ്സിന് എത്ര വില ഉണ്ടാവും? ലൂയി വിട്ടോൺ എന്നാണ് എഴുതിയേക്കുന്നത്. അത് ഒറിജിനൽ ലൂയി വിട്ടോൺ ആണോ? അത് ഇവിടെ ആൾക്കാർക്ക് അറിയാം. റോഡ് സൈഡിൽ 150 രൂപയുടെ ലൂയി വിട്ടോൺ. രണ്ടെണ്ണം മേടിച്ചതായിരുന്നു. ഒന്ന് സ്നേഹിക്കൊന്നും എനിക്ക് വില ഞാൻ പറയുന്നില്ല. അല്ല, വില പറഞ്ഞാലല്ലേ നമുക്കൊരു കോൺട്രവേഴ്സി ഇടാൻ പറ്റുള്ളൂ. വില ഞാൻ യൂട്യൂബർ സീക്രട്ട് ഏജന്റിന്റെ കണ്ണാടിയുടെ വില അല്ല, അത് കുറെ സാധനങ്ങൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അത്യാവശ്യം വില കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെയാണ് വാച്ച് നമ്മൾ ശ്രദ്ധിക്കും, ഒരു വെറൈറ്റി വാച്ച് ആണ് ആക്ച്വലി കാണുകയാണെങ്കിൽ. ഇതൊന്നല്ല, ഇതിന്റെ ഒരു CR7 എഡിഷൻ ഉണ്ട്. ഭയങ്കര വാച്ച് ഭ്രാന്തനാണോ? അല്ല, അതിന്റെ ഞാൻ ഈ അച്ഛനായിട്ട് ഫൈറ്റ് ആയി നിന്നപ്പോ സമയത്ത് ഒന്നും അച്ഛനെ ഇത് കിട്ടാറില്ല. അച്ഛനും ഞാനും അടിയാണല്ലോ, പ്രത്യേകിച്ച് അച്ഛനൊന്നും ഉണ്ടാറില്ല. അപ്പൊ ആ ടൈമില് ഞാൻ നോക്കുമ്പോ അച്ഛൻ ഈ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ആയിട്ട് വീട്ടിൽ വന്ന ടൈമില് അച്ഛനെ വാച്ച് ഊരി വെച്ച്. അച്ഛൻ പോയി, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് അച്ഛൻ തിരിച്ചു പോയി. ഞാൻ നോക്കുമ്പോ ഈ സ്പെഷ്യൽ എഡിഷൻ കുറെ കാലമായിട്ട് നോക്കി ഈ സാധനം മേടിച്ചിട്ട് കുറച്ച് കാലം അത്യാവശ്യം വിലയുള്ള സാധനമാണ്. നോക്കി കുറെ നോക്കി, പിന്നെ ആരും ഒന്നും എടുക്കണമൊന്നുമില്ല. പിന്നെ അച്ഛനായിട്ട് തെറ്റാണ് വാച്ച് കിട്ടിയത് വാച്ച് അടുത്ത് കയ്യിൽ വെച്ചു. വാച്ച് അടുത്ത് കയ്യിൽ വെച്ചിട്ട് പിന്നെ അത് ഞാൻ കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇവിടെ കിടക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ ബോസിന്നൊക്കെ ഇറങ്ങി ഞാനും അച്ഛനും തന്തോയി പോയപ്പോ അപ്പൊ പിന്നെ ഞാൻ പിന്നെ കെട്ടാൻ തുടങ്ങി. വാച്ച് അന്ന് കാർ ഇടിച്ചിട്ട് ബാക്ക് പൊളിച്ച് അന്ന് ഇവളത് ഒരു കവറിൽ ഞാൻ ഇട്ട് കൊടുത്തു, ഈ വാച്ചും ആ വാച്ചും. അതിന്റെ ഇടയിൽ എന്റെ അതിനകത്തുണ്ടായിരുന്നു അതിന്റെ ഇവള് ഈ കവർ നേരെ കൊണ്ടുപോയിട്ട്, അതായത് എന്റെ വാച്ച് സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്, ഇവളിങ്ങനെ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഒരൊറ്റ കാറിന്റെ അകത്തുനിന്ന് ആ വാച്ച് വളരെ സേഫ് ആയിട്ട് ജിത്തുബായി എടുത്തിന്റെ കയ്യിൽ തന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഈ 2 വാച്ച് കൊടുത്തിട്ട് വീടിന്റെ ഫ്രണ്ടിൽ വെച്ചു. അത് ഞാൻ എടുത്ത് കവറിലിട്ട് വിളയി കൊടുത്ത് വിളവിനെ കൊണ്ടുപോയിട്ട് പൊട്ടിച്ചു. അച്ഛന്റെ വാച്ച്, അച്ഛന് ഞാൻ ഹാർട്ട് ഓപ്പറേഷൻ അത് മാത്രല്ല, ഒരു റാഡോന്റെ വാച്ച് നമുക്ക് മേടിച്ചു കൊടുത്തു. അതും പൊട്ടിച്ചു. സീരിയസായിട്ട് ഇങ്ങനെ വല്ല ഭ്രമമുണ്ടോ? ഞാനൊരു 1000 രൂപയ്ക്ക് മുകളിലുള്ള ഗിഫ്റ്റ് ഒന്ന് വാങ്ങിച്ചു. അതാണ് നമ്മുടെ പതിവ്. മനസ്സിലായല്ലോ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കല്യാണം കഴിയുമ്പോഴത്തേക്കും നമ്മള് വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. കല്യാണം കഴിക്കുന്നതിന് മുന്നേ 1000 അത് മതിയല്ലോ, 1000ന്റെ ഇത്. ഫുഡ് കഴിച്ചാൽ ഷെയർ ചോദിക്കും ഞാൻ. പിന്നെയാണ് പിന്നെ അവസാനമായിട്ട് നിങ്ങളുടെ രണ്ടുപേരും ഓക്കെ. അപ്പം ഇന്ന് എന്റെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്റെ ഡിന്നർ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ബില്ല് കൊടുക്കും. ഞാൻ മനസ്സിൽ പറഞ്ഞ ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത അപ്പൊ അതിനു മുമ്പ് ചേട്ടന്റെ അവിടുന്ന് കുറെ നേരമായിട്ട് ഒരു ചേച്ചി ചേട്ടന്റെ ഷർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലേ, അത് ഷർട്ടും മുണ്ടും ആണ്. പക്ഷെ സായി ചേട്ടന് ഷർട്ടും മുണ്ടും എടുക്കാൻ ഇഷ്ടമല്ല. പക്ഷെ സീൽ ചേട്ടന് ഷർട്ടും മുണ്ടും എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ കരയൊക്കെ കണ്ടോ, നമ്മുടെ മുണ്ടിന്റെ കരയൊക്കെ ഭയങ്കര അല്ല, മൊത്തത്തിൽ ഓവറോൾ നല്ല ലുക്ക് അല്ലേ. വന്ന് കയറിയപ്പോ തന്നെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു ഭയങ്കര ലുക്കിലാണല്ലോ വന്നേക്കണത്. ഇത് കൊളാബാണോ ഓർ അതെ, അതുകൊണ്ട് നമ്മൾ പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ വെക്കാൻ ഊരി പോയാൽ ഒട്ടിച്ചു വെച്ചേക്കുന്നതല്ലേ. കല്യാണം കൊണ്ടാണ്
ഇത് കല്യാണം ഉണ്ടാണ് ഉണ്ടാകും ഉണ്ടുള്ളൂ കല്യാണം ഉണ്ട്. നിങ്ങളുടെ 3 വർഷം മുമ്പത്തെ കല്യാണം കൊണ്ടാണ് അപ്പോൾ ഒട്ടിച്ചാണ് വെച്ചത്. അപ്പോൾ പേര് പോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ കൊളാബ് കിട്ടിയ സാധനം ഇട്ട് വന്നേ ഞങ്ങൾ. അല്ല അത് വേണ്ട കുഴപ്പമില്ല. കൊളാബ് ഇവരുടെ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, രണ്ടുപേരും ഭയങ്കര ഭംഗിയിൽ ഒരുങ്ങി. ഇവര് പറയുന്ന മേക്കപ്പ് ഇട്ട് അങ്ങാണ് വന്നേക്കുന്നതാണ്, പക്ഷെ നമുക്കല്ലേ അറിയാം. ചേച്ചിയുടെ അല്ലേ ഇത് ഈയുടെ ഇന്നലെ എന്നോട് വൈകിട്ട് പറഞ്ഞു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോയി ബ്ലൗസ് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇട്ടുകൊണ്ട് വന്നതാണ്. ഇന്നലെയാണ് എന്നോട് പറയുന്നത് ഷൂട്ട് ഉണ്ടെന്ന്. അല്ല അങ്ങനെയല്ല, ഷൂട്ട് ഇന്നാണെന്ന് കൺഫേം പറയുന്നത് ഇന്നലെയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, കൺഫേം പറഞ്ഞു. അപ്പൊ ഇന്നലെയാണ് ഇത് മൊത്തം സെറ്റപ്പ് ആക്കിയത്. അപ്പൊ നമ്മളത് കൺഗ്രാജുലേറ്റ് ചെയ്യണ്ടേ, ഇത്രയും ഭംഗിയിൽ വന്നിട്ട്. എന്നിട്ടാണ് നിങ്ങൾ ഈ അപവാദം 2 സ്ത്രീകളെ പറ്റി പറഞ്ഞത്. പറഞ്ഞു പറഞ്ഞു എനിക്ക് 2.5 മണിക്കൂർ പറഞ്ഞു, ഞാൻ കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. അല്ല, ഈ 2 സ്ത്രീകളുടെ കൂടെ എന്നെ നിങ്ങൾ പറഞ്ഞായിരുന്നു. അതെ, ഞാൻ അതെന്നെ ഉദ്ദേശിച്ചത്. അപ്പം അവസാനമായിട്ട് നമുക്ക് ഇവരെ പറ്റി നല്ല 2 വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നിങ്ങളെ പറ്റി സിയോ ചേട്ടൻ ലിനുവിനെ പറ്റിയും സായ ചേട്ടൻ സേജിയെ പറ്റി 2 നല്ല വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞ് നിർത്താം. സ്നേഹ എന്ന് പറയുന്നത് എന്റെ എല്ലാമാണ്. ഞാൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് റിച്ച് കിഡ് എന്നാണ്. എന്റെ ബാങ്കറാണ്, കാശക്കോളാണ് കൊടുക്കാറ്. ആ സ്നേഹം ഞാൻ എന്നും ഒരു നന്ദിയുള്ള നായ പോലെ. അതെ, അതാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഹാവിംഗ് ദിസ് ഹസ്ബൻഡ്. ഓക്കെ, ഇവിടെ ലിനു നല്ലൊരു കുട്ടിയാണ്, പാവമാണ്, പഞ്ചപാവമാണ്. പിന്നെ അവൻ പറഞ്ഞ പോലെ റിച്ച് കിട്ടുന്ന സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പണ്ടോട്ടെ കാശാണ് ചോദിക്കുന്നത്. ഏറ്റവും മോശം സമയത്ത് കാശാണ് സഹായിച്ചിട്ടുള്ളത്. ഇന്ന് പെട്രോൾ അടിച്ചതും ഇനി ഫ്യൂച്ചർ കല്യാണം കഴിച്ചിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നെ ഹണിമൂണ് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. വെറും വാഗ്ദാനം. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഫോർ മാരിങ് ഹിം. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മുടെ ഓണം പരിപാടിക്ക് ഇവരെ 2 ഗസ്റ്റിനെ 2 ഗ്രൂപ്പ് ഗസ്റ്റിനെ നമുക്ക് കിട്ടിയതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ടായിരുന്നു. നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷമുണ്ട്. എന്റെ പേര് ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ ഓർക്കുമായിരുന്നു. അഞ്ജന, ശ്രീജിത്ത്, മനു, സ്നേഹ, ജാങ്കോ സ്പേസ് എല്ലാവർക്കും ഓണാശംസ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് us ആൻഡ് ഡു. ഇവരെ നമ്മൾ ഇനിയും ബിഗ് ബോസിലെ 2 വ്യക്തികൾ, ഇനി മഹത് വ്യക്തികൾ ഞാൻ പറയുന്നത് കഴിഞ്ഞു. ബിഗ് ബോസ് ഇല്ല, മഹത്ത് ഞാൻ വിട്ടു, അതാ ഞാൻ പറഞ്ഞത് വ്യക്തികൾ. അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ കാണാൻ പറ്റിയല്ലോ, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു ഫോർ എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.